എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിനിന്റെ കന്നിയാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പഠിച്ച് വിമർശിക്കുന്ന പിണറായി വിജയനെയും കൂട്ടർക്കുമെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നന്ന്. കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ BJPയും ഞാനും നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. അത് സ്കൂളിൽ വെച്ചായാലും കേരളത്തിൽ മറ്റെവിടെ വെച്ചായാലും. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഗുണ്ടായുസവും വിരട്ടലും ഭീഷണിയുമെന്നും വിദ്യാർത്ഥികളുടെ മുന്നിൽ വിലപ്പോകില്ലെന്ന വ്യക്തമായ മറുപടിയും രാജീവ്ജി നൽകിയിട്ടുണ്ട്. രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾ പാടുന്നതിൽ താങ്കൾ എന്തിനാണ് അസ്വസ്ഥനാകുന്നതെന്ന് പിണറായി വിജയനോട് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവഗണിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണെന്നും അദ്ദേഹം ചോദിച്ചു. വിദ്യാർത്ഥികൾ ഗണഗീതം പഠിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നീണ്ട കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിന് മറുപടിയായി അതേ ഗണഗീതം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറുടെ ഈ മുന്നറിയിപ്പ്. എന്തായാലും അത് കേട്ടിട്ട് മതി ബാക്കി കഥകൾ. അതിരൂക്ഷമായ ഭാഷയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പിണറായിക്കുള്ള മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, യഥാർത്ഥത്തിൽ നിങ്ങൾ അപലപിക്കുന്നത് എന്തിനെയാണ്? ഏതാനും കുട്ടികൾ പാട്ട് പാടിയതിനെയോ, അതോ അവർ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടിയതിനെയോ, അതോ അവർ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ പാടിയതിനെയോ? പ്രചോദനം പകരുന്ന കാര്യങ്ങൾ കുട്ടികൾ ആഹ്ലാദത്തോടെ ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? പ്രത്യേകിച്ചും വന്ദേഭാരത് ട്രെയിനിലൂടെ പുതിയ ഇന്ത്യയുടെ കരുത്തും പുരോഗതിയും അവർ അനുഭവിച്ച ആ ദിവസം. ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവഗണിക്കാൻ കഴിയുകയെന്നും ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നന്നെന്നും അദ്ദേഹം പറയുന്നു. കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ താനും BJPയും ഒരിക്കലും അനുവദിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു. ഇനി അപലപിച്ച് തീരൂ എന്ന് താങ്കൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അപലപിക്കേണ്ട വിഷയങ്ങളുടെ നീണ്ടൊരു പട്ടിക തന്നെ നിങ്ങൾക്ക് നൽകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് വേണുവിൻ്റെ മരണത്തിനിടയാക്കിയ സംസ്ഥാനത്തെ തകർന്ന ആരോഗ്യ മേഖലയെ അപലപിക്കാം. സംസ്ഥാനത്തെ 75% സ്കൂളുകളും സുരക്ഷിതമല്ലെന്ന് സമ്മതിക്കുകയും കുട്ടികളെ പുറത്തുപോയി പഠിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ അപലപിക്കാം. ദേവസ്വം ബോർഡുകളുടെ അഴിമതിയെയും ശബരിമലയിൽ നിന്നും 4.5 കിലോ സ്വർണവും ഗുരുവായൂരിൽ നിന്നും 25 കോടിയും മോഷ്ടിച്ചതിനെയും അപലപിക്കാം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയുമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ സർക്കാരിനെ നമുക്ക് അപലപിക്കാം. കർഷകർക്ക് കൃത്യസമയത്ത് പണം നൽകാത്ത, ഭവനരഹിതർക്ക് വീട് നൽകാത്ത, സംസ്ഥാനത്തുടനീളം കോളനികളിൽ പാവപ്പെട്ടവരെ ദുരിത ജീവിതത്തിന് നിർബന്ധിതരാക്കുന്ന സർക്കാരിനെ നമുക്ക് അപലപിക്കാം. സാധാരണ മലയാളികളുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടമടിച്ചേൽപ്പിക്കുക സർക്കാരിനെ നമുക്ക് അപലപിക്കാം. കേരളത്തിൻ്റെ നഷ്ടപ്പെട്ട ദശകത്തെ അപലപിക്കാം. കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് തങ്ങൾക്ക് അപലപിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അതിൽ നിന്നും ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ തൽക്കാലം ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടരുതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.